നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. ആത്മാക്കളുമായി ആശയവിനിമയം നടത്താൻ മാധ്യമമായി ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ഓജോ ബോർഡാണ് ഇന്ന് കാണാത്ത കേരളത്തിൻ്റെ വിഷയം. കേരളത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും മറ്റും ഓജോ ബോർഡ് വ്യാപകമായി ഉപയോഗിക്കുന്നതായാണ് വിവരം. ചിലർക്കെങ്കിലും ഇത് മാനസിക പ്രശ്നമായി വളർന്നതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത്തരം ബോർഡുകൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. അടുത്തിടെയായി ചിലർ ഇത് ഉപയോഗിക്കാൻ പരിശീലനവും നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓജോ ബോർഡിൽ ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമോ? സംസ്ഥാനത്തെ രണ്ട് പ്രമുഖരായ ഓജോ ബോർഡ് പരിശീലകരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സ്പിരിച്വൽ റിസർച്ച് ഫൗണ്ടേഷനിലേക്കാണ് കാണാത്ത കേരളത്തിന്റെ ഇന്നത്തെ ആദ്യ യാത്ര. ഡോക്ടർ എം പത്മനാഭനാണ് ഈ കേന്ദ്രത്തിന്റെ ഡയറക്ടർ. വർഷങ്ങളായി ഓജോ ബോർഡിൽ പരിശീലനം നൽകുന്ന പത്മനാഭൻ ആത്മാക്കളുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ്. നിരവധി പ്രവചനങ്ങളും പത്മനാഭൻ നടത്തിയിട്ടുണ്ടത്രേ. ഓജോ ബോർഡിൽ പരിശീലനം നേടിയവരുടെ വിവരങ്ങളടക്കം പത്മനാഭന്റെ വെബ്സൈറ്റിലുണ്ട്. ഓജോ ബോർഡ് സംബന്ധിച്ച കേട്ടറിവുകളുമായാണ് ഞങ്ങൾ പത്മനാഭനെ തേടിയെത്തിയത്. വിവിധതരം ഓജോ ബോർഡുകളും പെൻഡുലം അടക്കമുള്ള മറ്റു പ്രവചന സാമഗ്രികളും പത്മനാഭന്റെ പക്കലുണ്ട്. ഓജോ ബോർഡ് ഉപയോഗിച്ച് ആത്മാക്കളുമായി ആശയവിനിമയം നടത്താമെന്ന് പത്മനാഭൻ അവകാശപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ആത്മാവുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ശരീരമുള്ള ഒരാളും ശരീരമില്ലാത്ത ഒരാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ശരീരമില്ലാത്ത ആളുടെ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമം, അതായത് ഒരു മീഡിയം മാത്രമാണ് ഓജോ ബോർഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ തറപ്പിച്ച് പറയാം, രമണ മഹർഷിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ്. ലക്കി കൺസൾട്ടന്റ് കൂടിയായ പത്മനാഭന് നിരവധി അനുഭവങ്ങൾ പറയാനുണ്ട്. 2013 ജനുവരി 31 രാത്രി ഇതേപോലെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ ഒരു വെളിപാടുണ്ടായതുപോലെ ഒരു സഞ്ചാരമുണ്ടായി, മാനസികമായിട്ടുള്ളൊരു സഞ്ചാരം. ആ സഞ്ചാരത്തിലേക്ക് നയിച്ചത് വിദേശീയരായിട്ടുള്ള വ്യക്തികളാണ്. വ്യക്തികൾ മീൻസ് വ്യക്തികളുടെ ആത്മാക്കളാണ്. പക്ഷേ ഇവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ എത്തിച്ചേർന്നത് ഈ ലക്കി കൺസൾട്ടിങ് എന്നുള്ള രീതിയിലായിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയാണ് ലക്കി കൺസൾട്ടിങ്. ഇത് പഠിപ്പിച്ചെന്ന സ്പിരിച്വൽ മാസ്റ്റേഴ്സ് അവസാനം കൊണ്ടെത്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക്. പൂർവജന്മം മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്മനാഭൻ സ്വന്തം പൂർവജന്മവും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പൂർവജന്മത്തിലെ പേര് ജയദേവൻ എന്നായിരുന്നു. തൃപ്പൂണിത്തുറ ഭാഗത്തായിരുന്നു. തൃപ്പൂണിത്തുറ ഭാഗത്ത് പേരുകൾക്ക് ചെറിയ വ്യത്യാസം വന്നിരിക്കാം. പന്നത്ത് മനയ്ക്കൽ അല്ലെങ്കിൽ പന്നത്ത് മന എന്നുള്ളൊരു വീട്ടുപേരിൽ ഉണ്ടായിരുന്ന ജയദേവൻ എന്നായിരുന്നു പേര്. കൈകാര്യം ചെയ്തിരുന്ന തൊഴിൽ എന്ന് പറയുന്നത് നിഗൂഢ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രരചന, അതായത് നിധി പോലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് മുൻകാലത്ത് ചിത്രരൂപത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് എവിടെയാണ് ഉള്ളത്, നമ്മുടെ റൂട്ട് മാപ്പ് പോലത്തെ ഒരു രീതി, അത് ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജയദേവൻ. ജയദേവന് ഇടയ്ക്ക കൊട്ടുന്ന ശീലവും ഉണ്ടായിരുന്നു. ജയദേവൻ്റെ ഭാര്യയുടെ പേര് രാധിക എന്നായിരുന്നു. ജയദേവന് കുട്ടികളില്ലായിരുന്നു. ജയദേവനും രാധികയ്ക്കും കുട്ടികളില്ലായിരുന്നു. ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. ആ കുട്ടിയുടെ പേര് ശ്രീദേവി എന്നായിരുന്നു. ദേവി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുറേ കാര്യങ്ങൾ ഈ കുടുംബം തന്നെ മൊത്തത്തിൽ ഇല്ലാണ്ടാകാൻ കാരണമായി. 11 വർഷമായി ഓജോ ബോർഡിൽ പരിശീലനം നൽകുന്ന പത്മനാഭന് 1000-ൽ പരം ശിഷ്യരുണ്ടത്രേ. എല്ലാ പ്രായത്തിലുമുണ്ട്, വിവിധ മേഖലകളുണ്ട്. അതിൽ സിനിമാക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ആത്മീയവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, പള്ളിയിലച്ചന്മാരുണ്ട്, ഉസ്താദുകളുണ്ട്. ഫീസ് ഇപ്പോൾ മേടിക്കുന്നത് ഇൻഡിവിജ്വൽ ക്ലാസ്സിനാണെങ്കിൽ 5,000 റുപ്പീസ് മേടിക്കുന്നത് ഒരു ദിവസത്തെ ക്ലാസ്. രാജ്യത്തെ പല പ്രധാന ക്ഷേത്രങ്ങളുടെയും കുളത്തിനടിയിൽ വൻ നിധിശേഖരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഒരു പ്രവചനവും ഇതിനിടെ പത്മനാഭൻ നടത്തി. അത് 1-2 സ്ഥലങ്ങളിലായിട്ടല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൂർവ്വജന്മം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മനസ്സിലേക്ക് ഫ്ലാഷ് ചെയ്യുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ ഞാനിവിടെ പറയുന്നത്.
ഓജോ ബോർഡിൽ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാനായിരുന്നു ഞങ്ങളുടെ അടുത്ത ശ്രമം. ഓജോ ബോർഡിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും രേഖപ്പെടുത്തിയതിനു പുറമെ മധ്യഭാഗത്ത് കോയിൻ വയ്ക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായി യെസ് എന്നും നോ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ മിനുസമുള്ള ബോർഡിൽ ക്യാരംസ് ബോർഡിലേതിന് സമാനമായ കോയിനാണ് ഉപയോഗിക്കുന്നത്. ആത്മാക്കളുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ പത്മനാഭനെ അറിയിച്ചു. പത്മനാഭന്റെ സുഹൃത്തും പ്രാണി ഹീലിംഗ് വിദഗ്ധനുമായ ജോണിയാണ് ആദ്യം ഓജോ ബോർഡിന് മുന്നിലിരുന്നത്. ഇപ്പോൾ വരുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ മരുന്ന് കാച്ചുന്ന ഒരു എണ്ണയുടെ മണം വരുന്നു. കണ്ണു തുറന്നു. സാറിൻ്റെ ഫീൽ എന്താണ്? സാറിൻ്റെ അറിവോടുകൂടി സാറിൻ്റെ സമ്മതത്തോടു കൂടിയാണോ ഈ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്? സാർ എന്ത് ഫീൽ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ സാവധാനം വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട്. പിന്നീടായിരുന്നു ഞങ്ങളുടെ ഊഴം. ആദ്യം ലോങ് ബ്രീത്ത്, ഫ്രീ ആക്കുക, ടെൻഷൻ ഫ്രീ ആക്കുക. ഇല്ലെന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഇവിടെ കേൾക്കാം. ചൂണ്ടുവിരൽ തുമ്പ് ചെറുതായി കോയിനിൽ സ്പർശിക്കുകയേ ചെയ്യാവൂ. വിരൽ അമർത്തിപ്പിടിച്ചാൽ കോയിൻ ചലിക്കില്ല. ഇത്രയും ബലം വേണ്ട. നമ്മൾ ബലം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാളും പവറില്ല അവർക്ക്. വീട്ടിൽ പൊള്ളരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. സന്തോഷ് ആരാണ്? ഒരു അളിയനുണ്ട്, അളിയനല്ല കസിൻ. കുറച്ച് കാലമായിട്ട് കാണാതിരിക്കുന്ന ആളാണോ? കുറച്ച് കാലമായിട്ട് തമ്മിൽ കാണാതിരിക്കുന്ന ആളാണോ? 3 മാസത്തിലധികമായിട്ട് തമ്മിൽ കാണാതിരിക്കുന്ന ആളാണ്. ഒരു രതീഷോ? അതാരാതെ? അളിയൻ്റെ അനിയൻ്റെ ഒരു രതീഷ്. ഇങ്ങനെ വെറുതെ കൈ ചലിപ്പിക്കാതെ നിൽക്കുന്ന സമയത്ത് തനിയെ ഒരു മൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിനെ ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന് പറയും. ശാസ്ത്രീയമായിട്ട് അതിനെ ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന് പറയും. പക്ഷേ ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്. ഇല്ല, ആത്മാവ് വരുന്നില്ല. ഇനി അടുത്തയാൾ. ഓക്കെ, വിരലെടുത്തോളൂ, കണ്ണു തുറന്നോളൂ. എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഇതേ ഇരിക്കുമ്പോൾ എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടായോ? ഇപ്പോൾ രണ്ടുപേരും 2 വ്യക്തികളാണ്. നേരത്തെ ചോദിച്ചില്ലേ, ഫ്രീക്വൻസിയെക്കുറിച്ച് ചോദിച്ചില്ലേ? ഇദ്ദേഹം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മൂവ് ചെയ്തു. അദ്ദേഹത്തിന് നീങ്ങിയതായിട്ട് തോന്നി. പേടിയില്ലാത്തോണ്ട് നീങ്ങിയില്ല. ഇവിടെ അത് നീങ്ങാനുള്ള പ്രഷർ മാത്രം മതി. പ്രഷർ കൂടുതൽ വേണ്ട. പക്ഷെ നമ്മൾ നീക്കണ്ട. ഇപ്പം നമ്മൾ നീക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് നീക്കിയാൽ മതി. ഇങ്ങനെ ചുമ്മാ നീക്കി നോക്കിയേ. ഇനി ഇനി കണ്ണടയ്ക്കാൻ പറയുന്നത് ആ ഫീല് വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഒന്ന് നോക്കും. ബലം കുറയ്ക്കുക. നല്ല ബലമുണ്ട്, ബലം കുറയ്ക്കുക. അതെ, ജസ്റ്റ് ടച്ച് ചെയ്താൽ നമ്മൾ ഒരിത്തിരി പ്രശ്നം ഉണ്ടെങ്കിൽ നീങ്ങത്തില്ല. അല്ല, നമുക്കിപ്പോൾ ഇത് നീക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. നമുക്കിത് നീക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ഇതിനകത്ത് റിസൾട്ട്, പക്ഷേ അത് റിസൾട്ട് നമുക്ക് പ്രാക്ടിക്കലി ഈസി അല്ല. പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ 3 പേർ ശ്രമിച്ചിട്ടും ആത്മാക്കൾ വന്നില്ല. ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്നൊരു സംവിധാനവും പത്മനാഭൻ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. പക്ഷേ അത് വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. എനിക്ക് മെസ്സേജ് വരുന്ന സമയത്ത് ഇതിനകത്ത് കുറേ ഗ്രാഫുകളായിട്ടാണ്
വരുന്നത്. ഇത് ആ സമയത്ത് അവർക്ക് വേണ്ടി നോക്കി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രാണി ഹീലിംഗ് വിദ്യ ഉപയോഗിച്ച് രോഗങ്ങൾ പ്രവചിക്കാനായിരുന്നു അടുത്ത ശ്രമം. തകിട 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 തത്താത്ത ഹേ തകിട 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 തത്താത്ത. ഫിൽട്രേഷൻ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? യൂറിനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഓജോ ബോർഡിൽ വിശ്വസിക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്ന വേണുവിൻ്റെ അടുത്തേക്കാണ് കാണാത്ത കേരളത്തിൻ്റെ ഇനിയുള്ള യാത്ര. ഓജോ ബോർഡിൽ ആത്മാക്കളുമായി സംവദിക്കാൻ അവസരം നൽകാമെന്ന് വേണു ഉറപ്പു നൽകിയിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വിഴിഞ്ഞം ബാലരാമപുരം റൂട്ടിൽ മംഗലത്തുകോണം എന്ന സ്ഥലത്തെത്താൻ വേണു ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മംഗലത്തുകോണത്തെത്തി അറിയിച്ചപ്പോൾ ബൈക്കിലെത്തിയ യുവാവ് ഞങ്ങളെ ഉൾപ്രദേശത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്തിടെ വാടകയ്ക്കെടുത്തതെന്ന് പറഞ്ഞ വീട്ടിൽ വേണുവിനെ കൂടാതെ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. കരകൗശല വികസന കോർപ്പറേഷനിൽ ശില്പിയാണെന്ന് പരിചയപ്പെടുത്തിയ വേണു താൻ ഓജോ ബോർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയ സാഹചര്യങ്ങൾ വിശദമായി പറഞ്ഞു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് ഈ കോയിൻ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് കയ്യിലെ ശരിക്കും ഈ വിരലിൽ ഒരു അടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അവസ്ഥ, ആ അവസ്ഥയിൽ അടി കിട്ടുകയും ഈ കൈ ഞാൻ എടുക്കുകയും ചെയ്തതിന് ശേഷം ഈ കോയിന് ഇവിടെ നിന്ന് പൊങ്ങിയിട്ട് തിരിച്ച് ഇതേപോലെ വന്നു. ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ശരി ചായ വെയിറ്റർ വെച്ചപ്പോൾ പയ്യൻ പറഞ്ഞ് ചായ എടുത്ത് കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നീ എടുത്ത് കുടിക്കുക. അപ്പോൾ ഞാനൊരു ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നിമിഷ നേരം കൊണ്ട് രണ്ടാമത് ചായ കൊണ്ട് വെച്ച ആൾ അത് വെച്ചിട്ട് പോയ സമയത്ത് ഈ ചായയും കപ്പും സാസറുമായിട്ട് കുറച്ചൊന്ന് നീങ്ങി എൻ്റെ അടുത്തേക്ക്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ചാടി കഴിച്ച് പറയാം ഇത് കപ്പും സാസറും നീങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും, ചിലപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരിക്കും, വെയിറ്റർ കൊണ്ട് വെച്ച് പോയതിൻ്റെ ആ ആഘാതം കൊണ്ട് ചിലപ്പോൾ നീങ്ങിയതായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത പേജ് ഞാൻ മറിക്കുന്ന സമയത്ത് പിന്നെയും അത് നീങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. ആദ്യത്തെ ഞാൻ കണ്ടില്ല, രണ്ടാമത്തെ ഞാൻ കാണുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന സുഹൃത്ത് ഒരു ഇതായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ് ആൾ കൂടുന്ന ഒരു 4 മണി സമയമാണ് വൈകുന്നേരം, അപ്പോൾ തിരക്കുള്ള സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് മിണ്ടണ്ട, അത് ഞാൻ പിന്നീട് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും. നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡേഞ്ചർ മേഖലയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ട് തലയോട്ടിയൊക്കെ വെച്ചിട്ട് ഒരു സംഭവമാണ്. കാരണം കാര്യങ്ങൾക്ക് ഒത്തിരി ഭീകരത വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു മാനസികമായിട്ടൊരു പേടി തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങ് മാറ്റിയതാണ്. മറ്റു ചില വിചിത്ര അനുഭവങ്ങളും വേണുവിന് പറയാനുണ്ട്. ഒരു വലിയൊരു ബിസിനസ്സുകാരൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു സോള് വീട്ടിൽ ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സോളിനെ വിളിച്ച് വരുത്തി കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് ഈ വീടുമായിട്ട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതൽ തങ്ങി നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽപ്പായസമാണ്, എനിക്കത് വേണം, കിട്ടിയാൽ ഞാനത് പോകാം എന്നാണ് പറഞ്ഞത്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ശരി പായസം അല്ലെങ്കിൽ പോലും കുറച്ച് പാലും പഞ്ചസാര എമർജൻസി ആയിട്ട് കലക്കി വെക്കുക, നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള സങ്കല്പിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് സോളിനോട് ഒരു നിർദ്ദേശം വെച്ചു. അപ്പോൾ ഒരു 2 അടി പൊക്കമുള്ള 3 വിളക്ക് അവിടെ കത്തിച്ച് വെച്ചിരുന്നു. ഏതെങ്കിലും ഒരു വിളക്ക് അണച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞത് അങ്ങനെ വെച്ചിട്ട് ഞാൻ ആ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ ഇതാണ്, നിങ്ങളെ ഇനി ഒരിക്കലും ആ സോള് ശല്യം ചെയ്യില്ല, ആ സോള് പോകാൻ പോവുകയാണ്. അപ്പോൾ അവർ ചോദിച്ചെങ്ങനെ പോകും, നമ്മളെങ്ങനെ അറിയും? ഞാൻ പറഞ്ഞു നിങ്ങൾ കത്തിച്ച് വെച്ച ഇതിൽ 3 വിളക്ക് നല്ലതുപോലെ കത്തുന്നുണ്ട്, ഒരു വിളക്ക് ഇപ്പോൾ അണയുമെന്ന് പറഞ്ഞു.
സെക്കൻഡുകളിൽ ആ നടുക്കിരുന്ന ആ വിളക്ക് ആണ് 2 വിളക്കും കുഴപ്പമില്ലാന്ന് കിടക്കുന്നു. കേസന്വേഷണത്തിൽ പോലീസുകാരെ സഹായിച്ച കഥയും വേണു പറഞ്ഞു. എന്നെ ഈ പെൻഡുലം പഠിപ്പിച്ച ഒരു സാറാണ്. അപ്പോൾ അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഒരാളിനെ കൊന്നുകളഞ്ഞ ഒരു കേസാണ്. പോലീസിന് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രതിയെ അവർ മനസ്സിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലുണ്ട്. അവരുടെ പ്രതിയുടെ പടം വരച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ളൊരു നേട്ടം. ഈ മരിച്ചുപോയ സ്പിരിറ്റിനെ വിളിച്ചു വരുത്തിയിട്ടാണ് അതിനെ ഞാൻ വരച്ചു കൊടുക്കുന്നത്. തുടർന്ന് വേണു ഞങ്ങളെ ഓജോ ബോർഡ് പ്രവർത്തിപ്പിക്കാൻ ക്ഷണിച്ചു. ആദ്യം മനസ്സേകാഗ്രമാക്കാൻ സംഗീതം കേൾക്കണം, തുടർന്നാണ് ആത്മാക്കളെ വിളിച്ചു വരുത്തൽ. നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ ഈശ്വരവിശ്വാസിയാണ്. മനസ്സിൽ ഇഷ്ടമുള്ള ഒരു ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ കൈ ഇങ്ങനെ വയ്ക്കുക. ഈ ഭാഗമൊന്നും ഈ ഇതിലൊന്നും ടച്ച് ചെയ്യരുത്. എന്നിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നൊരു 3 പ്രാവശ്യം മനസ്സിനകത്ത് പറയുക. ശരി, കൈയെടുക്കണം. അപ്പോൾ സോളിൻ്റെ പ്രസൻസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ 3 പേരും മാറി മാറി ശ്രമിച്ചിട്ടും ഓജോ ബോർഡിൽ ഒരാത്മാക്കളും വന്നില്ല. ശരി, എഴിക്കണം. ആഴ്ച മാറിയാൽ മറ്റേ പുള്ളി നോക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന സ്പിരിറ്റ് എന്നോട് സംസാരിക്കുക എന്നുള്ളൊരു മനസ്സങ്കല്പം, നല്ല സങ്കല്പം കൊടുത്തിട്ട് വിരൽ വയ്ക്കുക. സമീപവാസിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉപയോഗിച്ച് വേണു വീണ്ടും ശ്രമിച്ചു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് 3 പ്രാവശ്യം മനസ്സിൽ വിളിക്കുക. വിളിച്ചിട്ട് വിരൽ പയ്യെ ആ ചേട്ടന്മാർ വെച്ചതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കാതെ പയ്യെ ഇങ്ങനെ വയ്ക്കുക. തനിയെ നീങ്ങുന്നതല്ലേ? ഔട്ട് സൈഡിൽ നിന്നൊരു പവർ വരുന്നുണ്ടോ കോയിനിലേക്ക്? ഇയാൾ ഉപയോഗിച്ച വരല്ലാതെ പുറത്തുനിന്ന് ശക്തി ഒന്നും നീക്കുന്നുണ്ടോ? തുറന്ന് പറയേ. അങ്ങനെ ഒന്നും ഇല്ലെന്നോ? വേറെ ആരോ പോയി നീക്കുന്നുണ്ട് ഇയാളല്ലാതെ. ഗുഡ് ബൈ, താങ്ക്സ്. നേരത്തെ ഇപ്പോൾ വലിച്ചുകൊണ്ട് പോയതിൻ്റെ പ്രസൻസ് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ശരി. ഞങ്ങളുടെ സംശയം മാറിയില്ല. മിനുസമുള്ള ബോർഡിൽ കോയിൻ ചലിക്കാൻ ആത്മാവ് വരണമെന്നില്ലെന്നത് കാണുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു. വേണുവിൻ്റെ സുഹൃത്താണെന്ന് പരിചയപ്പെടുത്തിയ ഷാജി എന്നയാളാണ് അടുത്തതായി ആത്മാക്കളെ വിളിച്ചത്. അതിപ്പോൾ മൂവ് ചെയ്ത് എസിലേക്കാണ് ആദ്യം വന്നിരിക്കുന്നത്. സ്ത്രീയാണോ എന്നൊരു ചോദ്യം. ഒരു ചോദ്യത്തിന് ഒരു മറുപടി ആക്കണം. ഇതിപ്പോൾ എഫിലേക്കാണ്. തന്നെ നീങ്ങാണോ? അദ്ദേഹം കണ്ണടച്ചിട്ട് ഒരു പേരെങ്ങാണ് കൃത്യമായിട്ട് ഒന്ന് പറയിപ്പിച്ചേ. ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുക. ഇവിടെ വന്നിരിക്കുന്ന സോള് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കും. അല്ല, പുള്ളി ഡൗട്ട്. കാരണം എത്തി എന്ന് വിചാരിച്ചു. പുള്ളി എത്തി എന്ന് വിചാരിച്ചു. അതാണ് പറഞ്ഞത്. പുള്ളിയുടെ മൈൻഡിലേക്ക് തിരിച്ചു വന്നു. ഇത് എത്തി എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് വന്നത്. പക്ഷേ ഇത് ശരിക്കും അത്
കൈ എടുക്കാതിരുന്നതെങ്കിൽ ഇത് ഈ മൂവി ഈ ലെവലിലാണ് വന്നത്, അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് വന്ന് ഈ ലെവലിലേക്ക് നിൽക്കുമായിരുന്നു. കാരണങ്ങൾ എന്തൊക്കെ നിരത്തിയാലും ഡോക്ടർ പത്മനാഭനും വേണുവിനും ഞങ്ങളുടെ മുന്നിൽ പരീക്ഷണം വിജയിപ്പിക്കാനായില്ല. യഥാർത്ഥത്തിൽ മാനസിക ദൗർബല്യമാണ് ഓജോ ബോർഡുകളിൽ വില്ലനാകുന്നത്. ചെയ്യുന്നയാളുടെ മാനസിക വ്യാപാരം വിരലുകളിലൂടെ പ്രകടമാകുന്നതെന്നാണ് ഓജോ ബോർഡ് സംബന്ധിച്ച് നടന്ന ഗവേഷണങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓജോ ബോർഡുകൾ തേടി അലയുന്ന ആത്മാക്കൾ പിടികൂടിയില്ലെങ്കിൽ വേറിട്ട വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.